माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव साधु जनार्दन सार्वभौम माधव मामवदेव साधु अम्बुजलोचना कम्बुसुभग्रीव बिम्बाधरा चन्द्रबिम्बानना अम्बुजलोचना कम्बुसुभग्रीव बिम्बाधरा चन्द्रबिम्बा केशव हरि नारायण आत्मा रामानंद रमण अच्युत केशव हरि नारायण मंगल भवनय मंगल हरि द्रवंसु दशरथ जर बिहारी मंगल भवनय मंगल हरि द्रवंसु
सुदशरथ जर बिहारी ഭരതനാട്യ അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നൃത്തത്തിന്റെ ചിലങ്കനാദം ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പുതിയൊരു തലത്തിലേക്ക് ഉയർന്ന ഈ പുണ്യ നിമിഷത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ അരങ്ങേറ്റ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ത്രയംബക സ്കൂൾ ഓഫ് ആർട്സിലെ ആദ്യ ബാച്ചിന്റെ ഭരതനാട്യ അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. കൊട്ടിയം മയനാട് റോഡിലായി പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ ക്ലാസിക്കൽ ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ് തുടങ്ങി കർണാടക സംഗീതം എന്നിവയ്ക്ക് പ്രഗത്ഭരായ അധ്യാപകർ പരിശീലനം നൽകി വരുന്നു. ത്രയംബക സ്കൂൾ ഓഫ് ആർട്സിന്റെ ഡയറക്ടറും നൃത്ത അധ്യാപികയുമായ പാർവതി പ്രതാപിന്റെ ശിക്ഷണത്തിൽ ആദ്യമായി ചിലങ്കയാണിനെ വേദിയിൽ ചുവടുവയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർവീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭരതനാട്യ അരങ്ങേറ്റം 2026 എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഔപചാരിക ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈശ്വരവന്ദനത്തിനായി ത്രയംബക സ്കൂൾ ഓഫ് ആർട്സിലെ സംഗീത അധ്യാപിക വിജയലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. മാണിക്യ വീണാമുപലാള എന്തിൻ മദാലസാം മഞ്ജുള വാഗ്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീ മാതംഗ കന്യാ മനസാ സ്മരാമി മാതംഗ കന്യാ മനസാ സ്മരാമി. 2026 ഔപചാരിക ചടങ്ങുകളിലേക്ക് നടക്കുകയാണ്. മലയാള ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രശസ്തനായ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ വിവേക് ഗോപൻ ഏഷ്യാനെറ്റിലെ ജനപ്രിയ സീരിയലായ പരസ്പരത്തിലെ സൂരജ് എന്ന കഥാപാത്രത്തിലൂടെ ജനപ്രീതി നേടി വിവിധ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ കേരള സ്ട്രൈക്കേഴ്സ് അംഗം കൂടിയാണ് അദ്ദേഹം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന വിവേക് ഗോപനെ സ്നേഹാദരങ്ങളോടെ ഭരതനാട്യ അരങ്ങേറ്റ 2026 സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലാസ്യനൃത്യ പ്രധാനമായ മോഹിനിയാട്ടം നർത്തകിയും അധ്യാപികയുമായ ശ്രീമതി സ്വപ്ന ജോർജ് പ്രശസ്ത നൃത്തഗാമിൽ നിന്നും ഗുരുകുലം വിദ്യാഭ്യാസം നേടി വർഷങ്ങളായി നൃത്ത രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരിയാണ്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളുമായി വിവിധ മേഖലകളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയും ഗൗരി സ്കൂൾ ഓഫ് ആർട്സിന്റെ ട്രഡീഷൻസ് എന്ന പേര് നൃത്ത വിദ്യാലയം നടത്തി വരികയും ചെയ്യുന്നു. കൂടാതെ പ്രശസ്ത കളരി ആശാനായ PV ശിവകുമാർ ഗുരുക്കളുടെ ഭാര്യ കൂടിയാണ്. ശ്രീമതി സ്വപ്ന ജോർജിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ഉമയനല്ലൂർ 7ാം വാർഡിലെ മെമ്പർ ബഹുമാനപ്പെട്ട സന്തോഷ് കുമാർ ജിയെ സ്വാഗതം ചെയ്യുന്നു. അരങ്ങേറ്റത്തിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാ സഹായവും ചെയ്തു തന്ന ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഇനി പ്രത്യേക ഒരു ക്ഷണത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. പാർവതി പ്രതാപ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദം, കലാമണ്ഡലം ലീലാമ കൾച്ചറൽ ട്രസ്റ്റിന് കീഴിൽ മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമ, കൂടാതെ കേരള സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്നിവയ്ക്ക് അർഹയായ നമ്മുടെ സ്വന്തം പാർവതി ടീച്ചറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അരങ്ങേറ്റത്തിന്റെ ഭാഗമായ ഡസ്റ്റിൻ ടോം വോക്കൽ, സുധീഷ് കെ സുരേഷ് മൃദംഗം, നന്ദു വയലിൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അരങ്ങേറ്റം കൊടുക്കുന്ന വിദ്യാർത്ഥികളോ രക്ഷിതാക്കൾ അവരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെയും കൂട്ടായ്മയുടെ ഒക്കെ ഫലമാണ് ഈ അരങ്ങേറ്റം. എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അവരുടെ കുടുംബത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഇന്നിവിടെ അരങ്ങേറ്റം കണ്ട് ആസ്വദിക്കാൻ എത്തിയ എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഭരതനാട്യ അരങ്ങേറ്റം 2026 ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഭദ്രദീപം തെളിയിക്കൽ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ ഒത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ തന്നെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം കുറിക്കുന്ന ഈ ഒരു സന്ധ്യയിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും
നന്മകളും ഒക്കെ ത്രയംബക സ്കൂൾ ഓഫ് ആർട്സിന് ഉണ്ടാവട്ടെ. ഒരുപാട് ബ്രാഞ്ചസുകളൊക്കെ ആയിട്ട് ഈ ഒരു കലാനിലയം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരട്ടെ. ഞാനും എൻ്റെ കുജരത്തെ കാലത്തിൽ എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം, അപ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ എങ്കിലും എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാനും ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, അരങ്ങേറി നിർത്തേണ്ട ഒരു ഇതിലേക്ക് വന്നു. കാരണം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അരങ്ങേറി നിർത്താനായിട്ട് അമ്മ പറഞ്ഞ അങ്ങനെ ഒരു ഇതിൽ ഞാനും അരങ്ങേറിയിട്ടുണ്ട്. ഞാൻ പഠിച്ചത് റിഗാറ്റ എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് ഡാൻസ് ട്രിവാൻഡ്രത്തുള്ള അവിടെയാണ് പഠിച്ചത്. ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറെയൊക്കെ ഞാൻ സ്മരിക്കുകയായിരുന്നു. കാരണം ഇങ്ങനൊരു വേദിയിൽ വന്നിരുന്ന് അല്പമെങ്കിലും ഡാൻസിനെ കുറിച്ചൊക്കെ അറിയുന്നത്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞതൊക്കെ ഈ പറഞ്ഞ പോലെ ഗുരുതുല്യന്മാരായിട്ടുള്ള ആൾക്കാരുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഈ അരങ്ങേറുന്ന കുഞ്ഞുമക്കൾക്കും അതുപോലെ തന്നെ അരങ്ങേറുന്ന ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗുരുകുലം വലിയ ഉയർച്ചയിലേക്ക് വളരട്ടെ. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സാർ. അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പാലിച്ചിട്ടുള്ള നിയമങ്ങളും ചിട്ടകളും പാലിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന നൃത്തമാണ് ശാസ്ത്രീയ നൃത്തം. ഈ ശാസ്ത്രീയത നമുക്ക് കൈവരണമെങ്കിൽ അത് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഏതാനും വർഷങ്ങൾ തന്നെ എടുക്കും. അങ്ങനെ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ കൂടി മാത്രമേ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചിട്ട കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു ശാസ്ത്രീയമായിട്ടുള്ള കലകളുടെയും അടിസ്ഥാന ലക്ഷ്യവും അതുതന്നെയാണ്. നിങ്ങൾ ഈ നൃത്ത പഠനം തുടരണം, കണ്ടിന്യൂ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യും. അതാണ് എനിക്കിന്ന് ഇവിടെ അരങ്ങേറുന്ന കൊച്ചു കലാകാരികളോട് പറയുവാനുള്ള ഒരു കാര്യം. ഞാൻ പഠിച്ചത് ബാംഗ്ലൂർ നൃത്യഗ്രാമം എന്ന് പറയുന്ന ഒരു ഗുരുകുലത്തിലാണ്. അവിടെ ഗുരുക്കന്മാരും ശിഷ്യകളും ഒരുമിച്ച് താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥലം. എൻ്റെ ഗുരു പത്മഭൂഷൺ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ഗുരു പ്രോത്തിമ ഗൗരി ബേദി, പത്മശ്രീ ഭാരതി ശിവാജി, അവരുടെ മകൾ കലാശ്രീ ശ്രീദേവി രാജൻ. ഏകദേശം ഒരു 35 വർഷത്തോളമായിട്ട് ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും പഠിക്കുന്നു. ഇപ്പോൾ പഠനം തുടരുന്നത് അവരുടെ പേരക്കുട്ടി കലാശ്രീ സ്മിതാരാജൻ്റെ അടുത്താണ്. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, അതുപോലെ ഈ സദസ്സിലെ പ്രമുഖരായവരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഇന്നിവിടെ അരങ്ങേറുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള കുട്ടികളെ, ത്രയംബക സ്കൂളിൽ ഓഫ് ഡാൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് അതിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അതീവ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ 3 വർഷം ആയി ഇത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഈ ഭരതനാട്യത്തിന് വേണ്ടി ഇത്രയും കുട്ടികളെ തയ്യാറാക്കിയ ഈ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പാർവതി പ്രതാപ് അധ്യാപിക, അതായത് അവർക്ക് എല്ലാവിധമായിട്ടുള്ള ഭാവങ്ങൾ നേരുകയാണ്. അതേപോലെ ഇതിൽ ഇന്ന് അരങ്ങേറുന്ന കുട്ടികൾക്ക് ഭാവിയിലും അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബുവിനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥി ശ്രീ വിവേക് ഗോപൻ, അതുപോലെ സ്വപ്ന ജോർജ്, ഈ ത്രയംബക സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഡയറക്ടറും അധ്യാപികയുമായ പാർവതി പ്രതാപ്, ഇതിൻ്റെ അണിയറയിലും മറ്റും പ്രവർത്തിക്കുന്ന മറ്റ് കലാകാരന്മാർ, വേദിയിൽ ഈ നൃത്തം കണ്ട് ആസ്വദിക്കാൻ എത്തിയ ഈ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെ, നാട്ടുകാരെ, പ്രത്യേകിച്ച് നൃത്തം ഈശ്വരീയം എന്ന് പറയാൻ, നൃത്തം പരമശിവനിലൂടെയാണ്
നമുക്ക് ലഭിക്കുന്നത്. പരമശിവനാണ് നൃത്തത്തിൻ്റെ പിതാവ്, ഭരതമുനി. ആ ഭരതമുനിയുടെ നാട്യശാസ്ത്രം, അപ്പോൾ ആ നാട്യശാസ്ത്ര പിതാവ് അദ്ദേഹത്തിന് നാരദൻ പകർന്നു കൊടുക്കുകയും അദ്ദേഹം അത് നമ്മുടെ മനുഷ്യരിലേക്ക് പകരുകയും ചെയ്തെന്നാണ്. മാത്രമല്ല അദ്ദേഹം അതിന് തിയറി ഉണ്ടാക്കി, അതിനൊരു ഗ്രന്ഥം രചിച്ചു. അതാണ് നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കിയാണ് ഇന്നെല്ലാ കലാരൂപങ്ങളും പ്രത്യേകിച്ച് നൃത്തം നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നാട്യശാസ്ത്ര നൃത്തം, നൃത്യം, നാട്യം എന്നിങ്ങനെയൊക്കെ ഇതിനെ വേർതിരിച്ചിരിക്കുന്നു. നൃത്തത്തിന് പ്രാധാന്യമുള്ള നൃത്തവും അഭിനയമുള്ളത് നൃത്യം, പിന്നെ അഭിനയ പ്രാധാന്യമുള്ള നാട്യം എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചു. നമ്മുടെ വൈവിധ്യം നടന്ന നമ്മുടെ ഭാരതത്തിൽ ഈ നാട്യശാസ്ത്ര വിധിപ്രകാരമുള്ള നൃത്തങ്ങൾ അതാത് ദേശത്തിൻ്റെ അവരെപ്പോഴും ശാന്തരായിരിക്കും, സൗമ്യരായിരിക്കും, സഹവർത്തിത്വമുള്ളവരായിരിക്കും. അവരിലൊന്നും ഈ ഭീകരവാദമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുൻകോപമോ ഒന്നും. ലിജി പ്രതാപിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ ചെറുപ്രായത്തിൽ എനിക്കൊരു ഡാൻസുകാരിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് നടന്നില്ല. അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ ആ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ 3 മക്കളെയും നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചു. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, ഇന്ന് അരങ്ങേറുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കുട്ടികളെയും അരങ്ങേറ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നവരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനു മുന്നേ ആയിട്ട് നമ്മൾ കുട്ടികളെ കൂടി ആദരിക്കുന്ന ചടങ്ങുണ്ട്. അവരുടെ പാരൻസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ട് നിൽക്കണേ. എല്ലാ പാരൻസും ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് നിന്നാൽ മൊമെൻറ്റോ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇന്നത്തെ അരങ്ങേറ്റത്തിന് നിറസാന്നിധ്യമായി വിശിഷ്ടാതിഥി വിവേക് ഗോപനെ ക്ഷണിക്കുകയാണ്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി മെമ്മറേയും മെമൻറ്റോ നൽകുന്നതിന് വേണ്ടി അധ്യാപികയായ പാർവതി പ്രതാപിനെയും ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. മെമൻറ്റോ നൽകുന്നതിന് വേണ്ടി അധ്യാപികയായ പാർവതി പ്രതാപിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ശ്രീ സ്വപ്ന ജോർജിനെ ആദരിക്കുന്ന ചടങ്ങാണ്. പൊന്നാട അണിയിക്കുന്നതിന് മെമ്പറിനെയും മെമൻറ്റോ കൊടുക്കുന്നതിനായി പാർവതി പ്രതാപിനെയും ക്ഷണിക്കുന്നു. മെമൻറ്റോ നൽകുന്നതിന് പാർവതി പ്രതാപിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഓർക്കസ്ട്ര ടീമിനെ മേക്കപ്പിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീ വിവേക് ഗോപ് സാറിനെ ക്ഷണിക്കുകയാണ്. സോൾ നാഷണൽ മത്സരങ്ങളിൽ വിജയിയുമാണ്. കൂടാതെ ആകാശവാണിയിലെ അംഗീകൃത ബി ഗ്രേഡ് ആർട്ടിസ്റ്റായ ഇദ്ദേഹം മ്യൂസിക് ഡയറക്ടർ, പ്ലേബാക്ക് സിംഗർ, സ്റ്റേജ് പെർഫോമൻസ്, സംഗീത അധ്യാപകൻ എന്നീ മേഖലകളിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ്. ശ്രീ സുനിൽ എസ് പണിക്കരുടെ ശിക്ഷണത്തിൽ 10 വയസ്സ് മുതൽ മൃദംഗ അഭ്യസിച്ച ശ്രീ സുധിൻ കെ സുരേഷ് രാമക്കൽമേട് പാലക്കാട് ചെമ്പെ ഗവൺമെന്റ് സംഗീത കോളേജിൽ നിന്ന് BA മൃദംഗവും ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും MA മൃദംഗവും ഉയർന്ന റാങ്കോടുകൂടെ പാസ്സായി. കൂടാതെ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ്. ശ്രീ നന്ദു JS തിരുവനന്തപുരം സ്വാതി തിരുനാൾ ഗവൺമെന്റ് കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്നും വയലിൻ BA നേടിയ ഇദ്ദേഹം ഒരു ക്ലാസിക്കൽ വയലിസ്റ്റ് ആണ്. കൂടാതെ ഓഡിയോ എഞ്ചിനീയറായി പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം ലൈവ് പെർഫോമൻസും മ്യൂസിക് പ്രൊഡക്ഷൻ രംഗത്തും അനുഭവ സമ്പത്തുള്ള കലാകാരനാണ്. ഇന്ന് ഭരതനാട്യ അരങ്ങേറ്റ നൃത്തസന്ധ്യയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വസ്ത്രാലങ്കാരവും മേക്കപ്പും ചെയ്ത ബാബുരാജ് ഭദ്ര ഡാൻസ് കളക്ഷൻ കുന്നംകുളം എടപ്പാളിനെ വേദിയിലേക്ക് ആദരവേറ്റു വാങ്ങാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ കുട്ടികളൊക്കെ സുന്ദരിയാക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്.
അടുത്തതായി മേക്കപ്പ് ടീമിന് ടീച്ചേഴ്സിന് ആദരവ് നൽകുന്ന ചടങ്ങാണ്. മെമന്റോ നൽകുന്നതിനായി ശ്രീ സ്വപ്ന ജോർജിനെ ക്ഷണിക്കുകയാണ്. ശരത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഒരു ശരത്ത് കൂടെ ഉണ്ട്. ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ത്രയംബക വെസ്റ്റേൺ ഡാൻസിന്റെ അധ്യാപകനും കൊറിയോഗ്രാഫറും ആയിട്ടുള്ള സനിലാലിനെ ക്ഷണിക്കുകയാണ്. ഒരു കയ്യടിയൊക്കെ ആവും. ഇവരൊക്കെ ഇതിന്റെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ കൈയടിച്ചാലേ അവർക്കൊരു ഊർജ്ജം ലഭിക്കുള്ളൂ. ഈ നിൽക്കുന്ന എനിക്കും ഒരു കയ്യടിയൊക്കെ ആവാട്ടോ. ത്രയംബക സംഗീത അധ്യാപിക BA മ്യൂസിക് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് വിജയലക്ഷ്മിയെ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. കരാട്ടെ പരിശീലകയായ രേവതി ബീനെ കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. രേവതി ബിക്ക് പകരം ബ്രദറാണ് മെമന്റോ സ്വീകരിക്കുന്നത്. താങ്ക് യു മാം. ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്ന വിദ്യാർത്ഥികളെ മെമന്റോ നൽകുന്നതിനായി വിശിഷ്ടാതിഥി വിവേക് ഗോപനെ ക്ഷണിക്കുന്നു. ഒപ്പം എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അശ്മിക, പ്രൊഫ് ശരത് കുമാർ ആർ ആൻഡ് കാർത്തിക രാജ്. അശ്മികയ്ക്ക് മെമന്റോ കൊടുക്കുന്ന ചടങ്ങാണ്. അതിഥി പ്രവീൺ, ഡോക്ടർ പ്രവീൺ ബാലചന്ദ്രൻ പിള്ളെ, അഞ്ജു ശുഭ. അതിഥി പ്രവീൺ. നെഥാനിയ മേരി റെനി, ഡോക്ടർ ഓഫ് റെനി റോബർട്ട് ആൻഡ് വിന്നി എൻ ലോപ്പസ്. ഹിഷ ഐറ എൻ, ഡോക്ടർ ഓഫ് നബിൽ എൻ കമർ ആൻഡ് റജീന ആർ. ഇവർക്കൊക്കെ ഒന്ന് കയ്യടി കൊടുക്കാട്ടോ. ഇവരെല്ലാം നിങ്ങൾ കാണാൻ വന്നേക്കുന്നേ. അപ്പൊ കയ്യടിക്ക്, ചുമ്മാ ഇരിക്കല്ലേ. അൻവിക അനൂപ്, ഡോക്ടർ ഓഫ് അനൂപ് ബി ആൻഡ് ആശ റാണി എസ്. Surya Gayatri S, daughter of Sandeep J S and Anju Krishnan. Ishika S Tamban, daughter of M Shibu Tamban and Jyoti N Chitra. Jwala Ajit, daughter of Dr. Ajit Pradap and Dr. Sali Ajit. Asna Ansari, daughter of Ansari Bashir and Najiba S. S. Chandra Babu and Shobha Kumari. Dr. Asha Devi J, daughter of Ashokan K and Jagadambika C. Aradhe Shibu's parents, Shibu SR and Neema Gobi. പാർവതി പ്രതാപിനെ നന്ദി പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഈ അരങ്ങേറ്റത്തിനും ഇങ്ങനെ ഒരു നന്ദി പറയൽ ഉണ്ട്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് കുറച്ചധികം പ്രിപ്പയർ ചെയ്യണം, കുറേ സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ പരിപാടി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഓട്ടത്തിലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാം. ഒരു നൃത്ത അധ്യാപിക, ഒരു നർത്തകി എന്ന നിലയിൽ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും ഉള്ള ഒരു ദിവസമാണ്.
കാരണം ഞാൻ കുറേ നാളായിട്ട് പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളുടെ അവരെൻ്റെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ അരങ്ങേറ്റമാണ് ഇന്ന്. അപ്പോൾ എനിക്കിന്ന് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ഗസ്റ്റ് ഇങ്ങനെ വരണം, അതുപോലെ ഇത്രയും ബാക്കിൽ സെറ്റിങ്സ് എല്ലാം ഇങ്ങനെ ചെയ്യണം, എല്ലാം പ്ലാനുകളായിരുന്നു. അപ്പോൾ അത് വരയ്ക്കുക, പിന്നെ അതിങ്ങനെ ചെയ്യുക, അതിൻ്റെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക, സംസാരിക്കുക, ഫുള്ള് പ്ലാനിങ് ആയിരുന്നു. ലാസ്റ്റ് ഇതെങ്ങനെ എത്തും, അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയായിരിക്കും, ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ ഈ സെറ്റും കൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ ചേച്ചിമാരൊക്കെ എൻ്റെ തിരുവാതിര സ്റ്റുഡൻസാണ്. അപ്പോൾ അവരെയൊക്കെ ഇവിടെ പ്രോഗ്രാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എന്താ പറയുന്നത്, എൻ്റെ ചെറിയ കുട്ടികളുടെ അരങ്ങേറ്റം കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പാരൻസിൻ്റെ വിശ്വാസമുണ്ട്. അപ്പോൾ അതെല്ലാം അവരുടെ എല്ലാം വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു, കുറച്ചധികം ടെൻഷനിലായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇതിപ്പോൾ ആ സ്വപ്നത്തിൽ കണ്ട ആ ഒരു നിമിഷം മുന്നിൽ ഇത്രയും മനോഹരമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നന്ദി പറയുകയാണെങ്കിൽ എല്ലാവർക്കും, അതായത് ആദ്യം എൻ്റെ കുട്ടികൾ, അവർ എൻ്റെ കൂടെ എത്ര വഴക്ക് പറഞ്ഞാലും അതുപോലെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വഴക്കെല്ലാം കേട്ടിട്ട് നമ്മൾ കഴിഞ്ഞ മാർച്ചിലായപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞു. അപ്പോൾ മാർച്ച് മുതൽ ഒരു 10-45 ദിവസമായിട്ട് ഫുള്ള് പ്രാക്ടീസ് മാത്രമാണ്. വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസാണ്. ഒരു ദിവസം പോലും ലീവ് കൊടുക്കത്തില്ല. എല്ലാ ദിവസവും കുട്ടികൾ ക്ലാസ്സിന് വരണം, പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും ആർക്കെങ്കിലും പനി വരും. അപ്പം ഞാൻ ഒരിടത്ത് പറയും, വഴക്ക് പറയും, ഇല്ല വന്നേ പറ്റുള്ളൂ, ക്ലാസ്സിന് വന്നേ പറ്റുള്ളൂ നിർബന്ധമായിട്ട് പറയും. പാരൻസൊക്കെ പേടിച്ചിട്ട് നിർബന്ധമായിട്ട് എന്ത് റീസൺ ഉണ്ടെങ്കിലും നിർബന്ധമായിട്ടും കൊണ്ടുവരും. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യും. അവർ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യും. അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇത്രയും നാൾ അവർ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അവർക്ക് നന്ദിയല്ല, എൻ്റെ ഒരുപാട് സ്നേഹവും എൻ്റെ അനുഗ്രഹങ്ങളും അവരെ നല്ലപോലെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കൾ, അവരെല്ലാവരും എന്നെപ്പോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത്. അവരുടെ കാത്തിരിപ്പാണ്, അവരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്ത് എന്നിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുവാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ വാക്കിൻ്റെ പേരിൽ, എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് വന്ന വിവേകോപൻ ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ടീച്ചർ സ്വപ്ന ജോർജ് ടീച്ചർ. അപ്പോൾ എനിക്ക് ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ്, നമ്മുടെ ഗുരുക്കളാണ്, കളരി ശിവകുമാർ ഗുരുക്കളാണ്. അപ്പോൾ ഗുരുക്കളെ കൂടെ വിളിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും എനിക്കിവിടെ എത്തിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഗുരുക്കൾക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് ഞാൻ കളരി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഗുരുക്കളാണ്. അപ്പോൾ ഗുരുക്കളെയും വൈഫിനെയും അങ്ങനെ ഞാൻ വിളിക്കാൻ വിചാരിച്ചു. പക്ഷെ ഗുരുക്കൾക്ക് കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ടീച്ചർ വന്നു, അതിന് എനിക്ക് ഒരുപാട് സന്തോഷം. ടീച്ചറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രസിഡൻറ്റ് ബാബു സാറ് ആദ്യം മുതൽ തന്നെ അമ്പലത്തിൻ്റെ ഓരോ കാര്യങ്ങളും, അതായത് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം, അതിൻ്റെ സ്റ്റേജ് കാര്യങ്ങൾ, പിന്നെ നോട്ടീസ് എല്ലാം ഞാൻ സാറുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഇങ്ങനൊരു വേദി നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഹെൽപ്പ്, അത് സാറിൻ്റെ ഒരു സാന്നിധ്യം അതിൻ്റെ പിറകിൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ സാറിനും മറ്റ് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ്, അതിലെൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, ഈ ബാക്കിൽ നിൽക്കുന്ന ചേച്ചിമാർ, മെമ്പറിനെ കുറിച്ച് മെമ്പർ ആണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. സാറ് ഇവിടെ വന്നത് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ സാറിനെയും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ വോളണ്ടിയേഴ്സ്, എൻ്റെ പുറകെ നിൽക്കുന്ന എൻ്റെ ഈ ചേച്ചിമാർ, പിന്നെ ഇവിടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം ഇങ്ങനെ എത്തുള്ളൂ. അവരുമായിട്ട് എന്താ പറയുന്നത്, വഴക്കെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് നമ്മുടെ സനു സാറാണ്, വെസ്റ്റേൺ ഡാൻസിൻ്റെ സാറ് എനിക്ക് എത്രത്തോളം പ്രാധാന്യം ഈ അരങ്ങേറ്റത്തിലുണ്ടോ അതേ പ്രാധാന്യം തന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് എൻ്റെ സനു സാറാണ്. അപ്പോൾ സനു സാറിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്റ്റുഡൻസും ആയിട്ടുള്ള ഇവരെല്ലാം എൻ്റെ സെമി ക്ലാസിക്കലിൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, എൻ്റെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ സ്റ്റുഡൻസാണ് ഈ വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ മ്യൂസിക് ടീച്ചറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരുപാട് പ്രയത്നിച്ചുണ്ട്. 2-3 ദിവസമായിട്ട് രശ്മി ചേച്ചിയുടെ വീട്ടിലാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ വോളണ്ടിയേഴ്സിന് എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ കുട്ടികളെ ഇത്രയും മനോഹരമാക്കി ഒരുക്കിയ ബാബു അങ്കിളും ടീം, അതുപോലെ ഓർക്കസ്ട്ര ടീം, ഇന്നിവിടെ അത് നമ്മളിപ്പോൾ കേൾക്കും, അവരെല്ലാം അടിപൊളിയായിട്ട് പാടുകയും ഓർക്കസ്ട്ര ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആയാലും അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും, ഈ ഡെക്കറേഷൻ ടീം, എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് ഈ പ്രോഗ്രാം, ഈ കല ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്ന എല്ലാ ഓഡിയൻസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. നിങ്ങൾ ഒരുപാട് നേരം കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്യണം. ഫുൾ പ്രോഗ്രാം എല്ലാവരും കണ്ടിട്ട് പോകണം. ആ കുട്ടികൾ ഇത്രയും നാളായിട്ട് കാത്തിരുന്ന് നിങ്ങൾക്ക് മുൻപിൽ അത്രയും സന്തോഷമായിട്ട് അവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കാണാൻ അത്രയും ഓഡിയൻസ് ഉണ്ടെങ്കിലാണ് അവർക്കും നല്ല സന്തോഷമാവുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഈ പ്രോഗ്രാം മുഴുവനും കണ്ടിട്ടേ നിങ്ങൾ പോവാവുള്ളൂ. നിങ്ങൾ ഈ പ്രോഗ്രാമിന് വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെയും എൻ്റെ ടീമിൻ്റെയും പേരിൽ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് റിയ എന്ന് പറയുന്നത്. അപ്പോൾ റിയ ഞാൻ വിളിച്ചു, ഒരു പരിചയത്തിൻ്റെ പേരിലാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ റിയ വന്നു. റിയ ഒരു ഗസ്റ്റായിട്ട് ക്ഷണിക്കാം, പക്ഷേ റിയ ഇവിടെ വന്നു, അവതാരകയായിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് റിയ വന്നതിന്. അപ്പോൾ റിയയ്ക്ക് ഒരു ചെറിയ ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവേകോപൻ ചേട്ടനെ ക്ഷണിക്കുന്നു. എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നറിയോ? ഡ്രൈവ് ചെയ്ത് വന്നോണ്ടിരിക്കുമ്പോൾ ആരോ എന്നെ പുറകിൽ നിന്ന് വിളിച്ച്, ഇൻഫ്ലുവൻസർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഒരു ജ്യൂസ് കുടിക്കാമെന്ന്. അങ്ങനെ ജ്യൂസ് കുടിച്ച് പരിചയപ്പെട്ടതാണ് പാർവതിയെ. താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് കേട്ടോ. ഒരു കൈയ്യടിയൊക്കെ അവധികളൊക്കെ ഉറങ്ങണേണോ? ഞാൻ ഉച്ചക്ക് ഒരു ഇച്ചിരി ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ബാച്ചിന്റെ അരങ്ങേറ്റം ആരംഭിക്കാൻ പോവുകയാണ്. വിശിഷ്ടാതിഥികൾക്ക് നമുക്ക് താഴേക്ക് ഇരിക്കാം. ഭാവരാഗതാള സമന്വിതമായ ഭരതനാട്യം, സതിർ ആട്ടം പോലുള്ള കലാരൂപങ്ങളിൽ നിന്നും രൂപപ്പെട്ട് ഇന്ന് ഇന്ത്യൻ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ മുഖ്യ സ്ഥാനം അലങ്കരിക്കുന്നു. നാം ഇന്ന് കാണുന്ന ഭരതനാട്യത്തിന്
പിന്നിൽ തഞ്ചാവൂർ സഹോദരങ്ങളുടെയും രുക്മിണി ദേവി അരുൺഠേൽ, ഇ കൃഷ്ണ അയ്യർ തുടങ്ങി നിരവധി മഹത് വ്യക്തികളുടെ പരിശ്രമവും ത്യാഗവുമുണ്ട്. ശാസ്ത്രീയമായ ചിട്ടകൾ പിന്തുടരുന്ന ഭരതനാട്യം അടവുകൾ, കൃത്യമായ ശരീരനില, താളം, മുദ്രകൾ, ഭാവരസങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവിന്റെ ശിക്ഷണത്തിൽ കൃത്യമായ പരിശീലനത്തിന് ശേഷം ചിലങ്കയണിഞ്ഞ് ഇന്ന് ആദ്യമായി ഈ വേദിയിലേക്ക് ചുവടുവയ്ക്കാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ. ഇതവരുടെ അരങ്ങേറ്റമാണ്, അവരുടെ കലാജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ തുടക്കം. വിദ്യാർത്ഥികളുടെ ആദ്യ ചുവടിന് അനുഗ്രഹമായി നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈശ്വര സ്മരണയോടെ ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നമ്മുടെ കുട്ടികൾ അവരുടെ ആദ്യ നൃത്തം അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് വരുന്നു. ഒരു നൃത്തം പൂർണ്ണതയിലെത്തുന്നത് ചുവടുകൾക്കൊപ്പം താളവും ശ്രുതിയും ലയിച്ചു ചേരുമ്പോഴാണ്. സംഗീതത്തിന്റെ ജീവവായു നിറയ്ക്കാനും കുട്ടികളുടെ ചുവടുകൾക്ക് ഊർജം പകരാൻ എത്തിയിരിക്കുന്ന ഓർക്കസ്ട്ര ടീമിനെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. വായ്പാട്ട് ടെസ്റ്റിൻ ടോം, മൃദംഗം സുധിൻ കെ സുരേഷ് രാമക്കൽ മേട്, വയലിൻ നന്ദു തിരുവനന്തപുരം, നട്ടുവാങ്കം പാർവതി പ്രതാപ്. ഈ മനോഹരമായ കലാസന്ധ്യയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇവിടെ അവതരിപ്പിക്കുന്നത് ജയ ജയ സ്വാമി എന്ന പ്രശസ്തമായ ഗണപതി സ്തുതിയാണ്. ശ്രീനാരായണ തീർത്ഥർ ചിട്ടപ്പെടുത്തിയ ഈ കൃതിയുടെ രാഗം നാട്ടയും താളം ആദിയുമാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഒന്നിച്ചാണ് ഭഗവാന് മുന്നിൽ തങ്ങളുടെ ആദ്യ ചുവടുകൾ വയ്ക്കുന്നത്. എല്ലാവരും നിറഞ്ഞ പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് പ്രതീക്ഷയോടെ ആരംഭിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കണം കേട്ടോ. ജയ സ്വാമി ജയ 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 സ്വാമി ജയ 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 സ്വാമി ജയ 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 സ്വാമി ജയ ജയ जय जय चितवैरी वक्र प्रचंड 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 जय जय गजमुख जय वक्रतुंड जय जय चितवैरी वक्र प्रचंड जय जय गजमुख जय वक्रतुंड जय जय स्वामी जय 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 स्वामी जय 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 स्वामी जय जय ഭാരതീയ നൃത്ത പാരമ്പര്യത്തിൽ വേദിയിലെ ദേവതകൾക്കും ഗുരുക്കന്മാർക്കും സദസ്സിനും പുഷ്പങ്ങൾ അർപ്പിച്ച് ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു. ഗംഭീര നാട്ടരാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയ
ഈ മനോഹരമായ പുഷ്പാഞ്ജലി നിങ്ങൾക്കായി വേദിയിൽ അവതരിപ്പിക്കുന്നത് ജ്വാല അജിത്, അൻവിക അനൂപ്, സൂര്യ ഗായത്രി എസ്, ഇഷിക എസ് തമ്പാൻ, ആരാധ്യ ഷിബു. അവനെ വിളിച്ചോ, പൈനെ വിളിച്ചോ. 35 താന്തീം തത്തിത്താന്തിത്താം തകനക തക്കും തരികിട 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 ஐந்து கரத்தனே ஆனை முகத்தனே எல்கும் கிளம்பிரை போலும் எயிற்றினே நாடி மகத்தனே ஞான கொழுந்தினே அடி போற்றுகின்றேன் வைத்து அடி പുണ്യമായി മാറുന്ന നിമിഷം വിദ്യാസ്വരൂപിണിയായ വേദിയുടെ മുന്നിൽ അർപ്പിക്കുന്ന പ്രണാമം മൂകാംബിക അഷ്ടികം. മധ്യമാധവി രാഗത്തിലും മിശ്രചാപ്പ് താളത്തിലും ആണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വേദിയിൽ ചുവടുവയ്ക്കുന്നത് അതിഥി പ്രവീൺ, ഹിഷ ഐറ എൻ, നദാനിയ മേരി റെനി, അഷ്മിക എസ്. नमस्ते सत्याग्रि सद्गुरुरूपे नमस्ते हरुप्रेन्द्रदातादिवन्दे नमस्ते प्रपन्नेष्टधामेकरक्षे नमस्ते महालक्ष्मी कोलापुरेश्री विश्ववेद
श्रीसत्यप्रतिपादित प्रसीद कृपालोकनादेवदेशक्तिरूप नमस्ते महालक्ष्मी कोलापुरेशी त्वया मायया व्याप्तमेधाः सहस्र हृदं लीयसे देवि कुक्षोभिनेषु स्थितं बुद्धिरूपेण सर्वत्र जन्म नमस्ते महालक्ष्मी कोलापुरेशी नमस्ते महालक्ष्मी कोलापुरेशी यद्वेदरूपात् परब्रह्मणस्ते समुत्थपुनर्विश्वलीलोक्यमस्ते तथाहूचनस्तं च गौरीकुमारी नमस्ते महालक्ष्मी कोलापुरेशी यया भक्तभक्तादिलक्ष्मीं दयेत् त्वया तत्प्रकामं कृपापूर्णदृष्ट्या अरोदीयसे देवि लक्ष्मीदेवी नमस्ते महालक्ष्मी कोलापुरेशी स्वरूपे महायोगी कोलाशिव पद्मदेह नमस्ते महालक्ष्मी कोलापुरेशी नमश्चङ्कचक्राभयाभीष्टहस्ते नमस्ते गौरी पद्मासनस्ते नमः स्वर्णवर्ण प्रसन्ने शरण्ये नमस्ते महालक्ष्मी कोलापुरेशी इदं स्तोत्ररत्नं कृतं सर्वदेव हृदि त्वं समाधाय लक्ष्यष्टगम्य पडे नित्यमेषावृजात्याशु लक्ष्मी सभिभ्यां स सत्यं भवेतात् प्रसादात् सभिभ्यां स सत्यं भवेतात् प्रसादात् सर्वमङ्गलमङ्गल्ये शिवे सर्वाग्रसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते नारायणी नमोस्तुते नारायणी नमोस्तुते
ശ്രീ ഗണേശ ശരണം ശ്രീ ഗണേശ ശരണം ശ്രീ ഗണേശ ശരണം നാഗഭരണനെ താമര പോറ്റും നാഗഭരണനെ താമര പോറ്റും നാഗഭരണനെ താമര പോറ്റും നാമനെ ശ്രീ ഗണേശ ശ്രീ ഗണേശ ശരണം പാദനമ്പും രാമദാസൻ ഭരതനെ മോദക പ്രിയനെ ഗൗരി സുധനെ പാദനമ്പും രാമദാസൻ ഭരതനെ മോദക പ്രിയനെ ഗൗരി സുധനെ ആദിദേവൻ മുഖത്തിൽ അരുളിയ ആദിദേവൻ ഉലകിൽ അരുളിയ വേദവും ചെയ്തൊരുണ്ടോ ആദിദേവൻ ഉലകിൽ അരുളിയ വേദവും ചെയ്തൊരുണ്ടോ ശ്രീ ഗണേശ ശരണം ശ്രീ ഗണേശ ശരണം ഗജാനന ഈ പുണ്യസന്നിധിയിൽ മുരുക ഭഗവാനോടുള്ള ഭക്തിയുടെ അടയാളമായ കാവടിയെ നെഞ്ചോട് ചേർത്ത് ഭഗവാൻ മുരുകനെ ഏറ്റവും പ്രിയപ്പെട്ട കാവടി ചിന്താണ് അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഭക്തിയുടെ ലഹരി പടർന്ന ചെഞ്ചുരുട്ടി രാഗത്തിലും ആദ്യ താളത്തിലും ക്രമീകരിച്ചിരിക്കുന്ന ഈ മനോഹരമായ ദൃശ്യവിരുന്ന് ശ്രീ പെരിയസ്വാമി ദൂരാൻ ആണ് രചിച്ചിരിക്കുന്നത്. ഈ അരങ്ങേറ്റ വേദിയിൽ ഉമേനെല്ലൂർ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ചുവട് വയ്ക്കാൻ എത്തുന്നു അസ്ന അൻസാരി, അൻവിക അനൂപ്, ആരാധ്യ ഷിബു, സൂര്യഗായത്രി എസ്, ഇഷിക എസ് തമ്പാൻ.
வெற்றிவேல் முருகனுக்கு ஹர ஹரோ ஹரா. அழகு தெய்வமாக வந்து பழனி மலை மீது நிற்கும். அழகு தெய்வமாக வந்து பழனி மலை மீது நிற்கும். ஆதிசக்தி அன்னை தந்தவனாத அசுர தன்னை கின்ற வடிவேலன். அழகு தெய்வமாக வந்து பழனி மலை மீது நிற்கும். ஆதிசக்தி அன்னை தந்தவனாத அசுர தன்னை கின்ற வடிவேலன். அழகு தெய்வமாக வந்து பழனி மலை மீது இப்போ ஆதிசக்தி என்னை தந்தவன் அசுர தன்னை கொன்ற வடிவேலன். அழகு தெய்வமாக வந்து பழனி மலை மீது இப்போ ஆதிசக்தி என்னை தந்தவன் அசுர தன்னை வென்ற வடிவேலன். நல்ல தமிழோ தமிழ் பாடிட தொண்டர் வாழவே கருணை செய்துவன். தமிழோ தமிழில் பாடிட தொண்டர் வாழவே கருணை செய்துவன். அழகுவன் குருவான் முகசீலன் என்றும் அருசுரந்தை காக்கும் அனுகூலன். குழந்தையாக குமரனாக கோவனாடை துறவியாக. குழந்தையாக குமரனாக கோவனாடை துறவியாக. கோலம் கொள்ளும் காட்சி என்ன சொல்வேன் கண்டு கூறுமாய் வீணைகள் யாவும் கோலம் கொள்ளும் காட்சி என்ன சொல்வேன் கண்டு கூறுமாய் வீணைகள் யாவும் இந்த குவலயத்திலோ கலியுகத்திலே வரதனாகிகள் தருணங்களே. குவலயத்திலோ கலியுகத்திலே வரதனாகிகள் தருணங்களே. கும்பிட்ட பிடிகள் நீ கமலியே குமரனோடு நல்ல விடசு. நீலமயில் மீதில் ஏறி ஆதினன் கூடியில் தோன்றும். நீலமயில் மீதில் ஏறி ஆதினன் கூடியில் தோன்றும். விமலனா குழந்தை முருகேய நித்தில பொங்குருவல் வழியிலே விமலனா குழந்தை முருகேய நித்தில பொங்குருவல் வள்ளிலேசன். அவன் நிலந்தனில் அன்பு செய்திடும் அடியில் யாரையும் காத்து நின்றிடும். நிலந்தனில் அன்பு செய்திடும் அடியில் யாரையும் காத்து நின்றிடும். நித்திய ஜோதி பிரகாசன் கூறல் நெஞ்சில் காக்கின்றோம் அங்கு வாசன்.
அங்கு வாசம் வாவா முருகா வடிவேலழகா 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 முருகா முருகா മീനാക്ഷി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്യാമളെ മീനാക്ഷി എന്ന കൃതിയാണ് അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത്. പാശ്ചാത്യ സംഗീതത്തിന്റെ ഈണവും നമ്മുടെ പരമ്പരാഗത സ്വരങ്ങളും ഭക്തി നിർഭരമായ വരികളും അതിമനോഹരമായി സമന്വയിപ്പിച്ച് സംഗീത കുലപതി ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ചിട്ടപ്പെടുത്തിയ ഈ പ്രശസ്തമായ നോട്ട് സ്വരം ശങ്കരഭരണ രാഗത്തിലും ചതുരശ്ര ഏകാന്ത താളത്തിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ദേവി സ്തുതിയുമായി വേദിയിൽ കടന്നു വരുന്നത് അഷ്മിക എസ്, ഹിഷ ഐറ എൻ, അതിഥി പ്രവീൺ, നഥാനിയ മേരി റനി, അൻവിക അനൂപ്, ആരാധ്യ ഷിബു.
സമുദ്രവേശിദേഹം ശങ്കരി സമുദ്രവേശിദേഹം പാവനോചനി പങ്കജലോചനി പദ്മസവാണി പരശ്മിരിമതേ ശാംഭവി ശാംഭവി മീനാക്ഷി ശാംഭവി മീനാക്ഷി ശാംഭവി മീനാക്ഷി. സ്വന്തം മകനായി ലഭിക്കുവാനും കുസൃതികൾ കാണിക്കുമ്പോൾ സ്നേഹത്തോടെ ശ്വാസിക്കാനും യശോദാമ്മ എന്ത് പുണ്യമാണ്, എന്ത് തപസ്സാണ് ചെയ്തത്. ഭക്തിയുടെയും മാതൃവാത്സ്യത്തിൻ്റെയും മാധുര്യം തുളുമ്പുന്ന ആ മനോഹര ഭാവം ഇനി ഈ വേദിയിൽ നിറയാൻ പോവുകയാണ്. കർണാടക സംഗീതജ്ഞനായ ശ്രീ പാപനാശം ശിവൻ കാപ്പി രാഗത്തിലും ആദിതാളത്തിലുമായി ചിട്ടപ്പെടുത്തിയ എന്നതവം സെയ്തനെ എന്ന അതിമനോഹരമായ കീർത്തനമാണ് അടുത്ത ഇനം. ഈ കീർത്തനം നിങ്ങൾക്കായി വേദിയിൽ അവതരിപ്പിക്കുന്നത് അഞ്ജു ചന്ദ്രൻ, ആശാദേവി, അസ്ന അൻസാരി. എന്നതവം ചെയ്തനേ എന്നതവം ചെയ്തനേ യശോദ എന്നതവം ചെയ്തനേ യശോദ എന്നതവം ചെയ്തനേ യശോദ എന്നതവം செய்தனே யசோத எங்கும் நிறை பரபிரம்மம் என்றே கையெழுத்தவம் செய்தனே யசோத எங்கும் நிறை பரபிரம்மம் என்றே கையெழுத்தவம் செய்தனே யசோத எங்கும் நிறையே பரபிரம்மம் என்றதவும் செய்தனே யசோத எங்கும் நிறையே பரபிரம்மம் என்றதவும் செய்தனே படைத்தவனே ஈரேழு புவனங்கள் படைத்தவனே ஈரேழு புவனங்கள் படைத்தவனே ஈரேழு புவனங்கள் படைத்தவனே கையிலேந்தி சீராட்டி காலூட்டி காலாட கையிலேந்தி சீராட்டி காலூட்டி காலாட்ட செய்தனே யசோத எங்கும் நிறையே பரபிரம்மம் என்றதே கையெழுத்தவம் செய்தனே பிரமனும் இந்திரனும் மனதில் பொறாமை கொள்ள பிரமனும் இந்திரனும் மனதில் பொறாமை கொள்ள பிரமனும் இந்திரனும் மனதில் பொறாமை கொள்ள உலகு சுற்றி வாய்ப்பு
கெஞ்ச வைத்தாய் கண்ணனே உலகில் வெட்டி வாய்ப்புட்டி கெஞ்ச வைத்தாய் கண்ணனே உரலில் வெட்டி வாய்ப்புட்டி கெஞ்ச வைத்தாய் தாயே செய்தனே யசோத எங்கும் நிலை பரதம் செய்தனே யசோத எங்கும் நிலை பரதம் செய்தனே யசோத எங்கும் நிலை பரதம் ഒഴുകിയെത്തുന്ന പുല്ലാങ്കുഴൽ നാദത്തിൽ മയങ്ങാത്തവരായി ആരുണ്ട്? കാളിന്തി തീരത്തെ വൃന്ദാവനത്തിൽ ഗോപികമാരുടെ മനം കവർന്ന ആ മായാജാലക്കാരന്റെ സാക്ഷാൽ കണ്ണന്റെ ഓടക്കുഴൽ വിളി എത്ര മധുരമാണ്! ഭഗവാന്റെ ആ ദിവ്യമായ നാദത്തെ വർണ്ണിക്കുന്ന അതിമനോഹരമായ ഈ പദമാണ് അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത്. പ്രശസ്ത വാഗ്ഗേയകാരനായ ശ്രീ ഊത്തുകാട്ട് വെങ്കട സുബ്ബയ്യർ അഠാണ രാഗത്തിലും ആദ്യ താളത്തിലുമായി ചിട്ടപ്പെടുത്തിയ മധുര മധുര വേണു ഗീതം എന്ന ഈ മനോഹരമായ പദം വേദിയിൽ അവതരിപ്പിക്കുന്നു. ജ്വാല അജിത്, അൻവിക, നദാനിയ, അഷ്മിക, ഹിഷ, അതിഥി, മധുര വേണുഗീതം മധുര വേണുഗീതം മധുര വേണുഗീതം മധുര വേണുഗീതം മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര വേണുഗീതം മോഹ മദന കുസുമ സുകുമാര ദേവ മധുര വേണുഗീതം മൃദുതര പല്ലവ പദകരയുഗവര മൃദുതര പല്ലവ പദകരയുഗവര മുദിത മനോഹര മോഹന ഗിരിധര മുദിത മനോഹര മോഹന ഗിരിധര മധുര വേണുഗീതം മദന കുസുമ സുകുമാര മധുര വേണുഗീതം ബഹുവിധ കളപ കസ്തൂരി തിലകഗന്ധം ബഹുവിധ കളപ കസ്തൂരി തിലകഗന്ധം ബഹുവിധ കളപ കസ്തൂരി തിലകഗന്ധം സുഗന്ധം സമാഗമ വിവിധ കോയില കളരവ കുചിത വൃന്ദാവന സദന
മഹേന്ദ്ര നീലഗിരി കോമലാംഗ മൃദുമന്ദഹാസവദന ചന്ദ്രസൂര്യനയന നാഗേന്ദ്ര ശയന രമണ ചന്ദ്രസൂര്യനയന നാഗേന്ദ്ര ശയന രമണ കുതി കുതി തചോദയ തചോദ ദേവ കുതി കുതി തചോദയ തചോദ ഗീതം മദന കുസുമ സുകുമ മധുര മധുര ഗീതം മദന കുസുമ സുകുമ മധുര മധുര വേണുഗീതം സാക്ഷാൽ പരമശിവന്റെ മഹിമകൾ വാഴ്ത്തുന്ന ഭക്തിസാന്ദ്രമായ മഹാദേവ ശിവശംഭോ എന്ന കൃതിയാണ് അടുത്ത ഇനം. പ്രഗത്ഭനായ കർണാടക സംഗീതജ്ഞൻ ശ്രീ തഞ്ചാവൂർ ശങ്കര അയ്യർ രേവതി രാഗത്തിലും ആദിതാളത്തിലുമാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വേദിയിൽ ഇഷിക, അസ്ന, സൂര്യഗായത്രി, അഞ്ജു, ആശ. മഹാദേവ ശിവശംഭോ മഹാദേവ ശിവശംഭോ മഹാദേവ ശിവശംഭോ മഹാദേവ ശിവശംഭോ മകരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മകരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന സഹസ്രകോടി ജനപാലന സാധു സംരക്ഷണ പാവന മഹാദേവ ശിവ ശംഭോ
കരുണാകരമൂർത്തേ സർവേശ്വര കരുണാകരമൂർത്തേ സാമകാന പ്രിയ വേദമൂർത്തേ സാമകാന പ്രിയ വേദമൂർത്തേ സർവേശ്വര കരുണാകരമൂർത്തേ സാമകാന പ്രിയ വേദമൂർത്തേ പരമേശ്വരി ഗംഗാധര കീർത്തേ പരമേശ്വര ഗംഗാധര കീർത്തേ പരമേശ്വര ഗംഗാധര കീർത്തേ പതിത പാവന ശ്രീ പശുപതേ പതിത പാവന ശ്രീ പശുപതേ പരമേശ്വര ഗംഗാധര കീർത്തേ പതിത പാവന ശ്രീ പശുപതേ മഹാദേവ ശിവ ശംഭോ ശ്രീമനരകൂടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവ ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവ ശിവ ശംഭോ ശിവ ശംഭോ ശംഭോ ഭരതനാട്യം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അരങ്ങേറ്റം 2026 സമാപന നിമിഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഇതൊരു അവസാനമല്ല. ഇന്ന് അരങ്ങേറ്റം കുറിച്ച ഓരോ വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കുന്ന ഒരു തുടക്കമാണ്. ഈ വേദിയിൽ തങ്ങളുടെ മനസ്സും ശരീരവും ചേർന്ന് നൃത്തം ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ത്രയംബക സ്കൂൾ ആർട്സിന്റെ ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇവരുടെ ഓരോ ചുവടിനും പിന്നിൽ നിന്ന് സ്നേഹവും പിന്തുണയും നൽകിയ മാതാപിതാക്കൾക്കും ഈ അവതരണങ്ങൾക്ക് സംഗീതത്തിന്റെ ആത്മാവ് നൽകിയ പക്കമേളം ടീമിനും വേദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ഏകോപിപ്പിച്ച് വോളണ്ടിയർ ടീമിനും ഹൃദയാംഗന നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ വേദിയിൽ ആവശ്യമായ ശബ്ദവും വെളിച്ചവും നൽകിയ ലേ മരിയ സൗണ്ട്സിനും അരങ്ങേറ്റ വേദി ഇത്രയും മനോഹരമായി അലങ്കരിച്ച ഫീനിക്സ് ഇവന്റ്സ് ആൻഡ് പ്ലാനേഴ്സിനും അമൂല്യമായ നിമിഷങ്ങളെ ഓർമ്മകളാക്കി സൂക്ഷിക്കാൻ പകർത്തിയെടുത്ത എസ് കൃഷ്ണ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ടീമിനും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മനോഹരമായ വേദി നൽകിയ ക്ഷേത്ര ഭാരവാഹികൾക്കും അവസാനമായി ഈ സുന്ദരമായ സായാഹ്നത്തെ ജീവൻ കൊണ്ട് നിറച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങൾ വേദിയിൽ ഈ ആദ്യ ചുവട് നാളെയുടെയും വലിയ യാത്രയുടെ തുടക്കമാണ്. നൃത്തം നിങ്ങളെ നയിക്കട്ടെ, സ്വപ്നങ്ങൾ നിങ്ങളെ ഉയർത്തിക്കൊണ്ടു പോകട്ടെ. ഇന്നത്തെ ഈ മനോഹരമായ ഭരതനാട്യ അരങ്ങേറ്റത്തിന്റെ അവസാന അവതരണത്തിലേക്ക് നാം കടക്കുകയാണ്. അഴകാന പഴനിമലൈ ആണ്ടവ എന്ന കീർത്തനത്തോടൊപ്പം മംഗളവും അവതരിപ്പിക്കപ്പെടുന്നു. ബൃന്ദാവനി രാഗത്തിന്റെ മാധുര്യത്തിലും ഏകതാളത്തിൽ ആവിഷ്കരിക്കുന്ന ഈ കീർത്തനം തടാക ഇളമുരുകന്റെ ഭക്തിസാന്ദ്രമായ സൃഷ്ടിയാണ്. അതിന് പിന്നിലെ മധ്യമാവധി രാഗത്തിലെ ശാന്തിയും ആദിതാളത്തിൽ മംഗളം അവതരിപ്പിക്കപ്പെടും. എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ സമാപന അവതരണം നമുക്ക് ഹൃദയപൂർവ്വം ആസ്വദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ത്രയംബക സ്കൂൾ ഓഫ് ആർട്സിന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അഴകാന
அழகான பழனி மலையாண்டவா அழகான பழனி மலையாண்டவா உன்னை அனுதினமும் பாட வந்தேன் தேவா அழகான பழனி மலையாண்டவா உன்னை அனுதினமும் பாட வந்தேன் தேவா மணிமயிலாசனே பாவடவேலனே மணிமயிலாசனே பாவடவேலனே வரவேண்டும் மடிமீது முருகையனே முருகா 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 அழகான பழனி மலை ஆண்டவா உன்னை அனுதினமும் பாட வந்தேன் அல்லவா மங்களம் சுபமங்களம் ஜயமங்களம் ஸ்ரீமஹாகணபதிக்கு மங்களம் சுபமங்களம் ஜயமங்களம் ஸ்ரீமஹாகணபதிக்கு மங்களம் ஜயமங்களம் பன்னிரசன சமேத சுப்பிரமணியனுக்கு மங்களம் சதமங்களம் சிவகாமி நடராஜனுக்கு மங்களம் ஜயமங்களம் ஸ்ரீ நாராயணனுக்கு மங்களம் சர்வலோகமங்களம் பிரபவத ஆஞ்சநேயனுக்கு மங்களம் சுபமங்களம் ஜயமங்களம் ஸ்ரீ மகாகணபதிக்கு பண்டிதர்வசேன சமேத சுப்பிரமணியனுக்கு சிவகாமி நடராஜனுக்கு